ഈ ചലഞ്ചിൽ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കണ്ണ് കെട്ടി ഒരു അൺനോൺ ലൊക്കേഷനിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിൽ എത്താൻ ഓരോ മണിക്കൂർ വൈകുന്നതോറും അവർക്ക് 1000 rupees വെച്ച് ഞാൻ കൊടുക്കും. നോ മൊബൈൽ ഫോൺ, നോ മണി, ആരോടും ചലഞ്ചാണെന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കാൻ നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ചലഞ്ച് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? എനിക്കൊരു ഐഡിയ ഇല്ല ഇവരെ എവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, എവിടെ ഇറക്കി വിടുന്നത്. അത് ഇപ്പൊ എന്നോട് പറഞ്ഞ എങ്ങനെ റെഡി ആവുക? അത് നമ്മൾ ചെയ്യും. ഏത് ലൊക്കേഷനിൽ തിരിച്ചെത്തേണ്ടതെന്ന് പറയോ? പോണ വഴിക്ക് പറയോ? എനിക്കൊരു മാപ്പ് വരച്ചു തന്നാൽ മതി. ഇങ്ങനെ മാപ്പാ ഡോറയുടെ പോലത്തെ. അത് പറ്റില്ല, അതപ്പോൾ പറയും. പോണ വഴിക്ക് പറയും. ഓക്കെ, അപ്പോൾ ഓരോ മണിക്കൂർ ലേറ്റ് ആകും തോറും 1000 rupees വെച്ചിട്ട് ഞാൻ ഇതാ ഇവർക്ക് കൊടുക്കണം. കാലെടുത്ത് അവിടെ കിടന്നോ? എടുക്കണ ഒന്നും കാണാനിടാ. മുഖം കെട്ടിയ പിന്നെ കാണുമോ? എടാ എത്ര ദൂരത്താ കൊണ്ടാക്കണേ? എന്നാ ഒക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു 50 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് കൊണ്ടാക്കുള്ളൂ. ക്രൈറ്റീരിയസ് ഒക്കെ അറിയാം എനിക്ക്. ക്രൈറ്റീരിയ എന്താ? ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുന്ന് ആരെങ്കിലും കാണുമ്പോൾ ക്യാഷ് ആയിട്ടൊന്നും ക്യാഷ് അങ്ങനത്തെ ഹെൽപ്പൊന്നും ചോദിക്കാൻ പറ്റില്ല. ചലഞ്ചാന്ന് പറയാൻ പറ്റുമോ? ചലഞ്ചാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആരെങ്കിലും വണ്ടി കൈയൊക്കെ കാട്ടിയിട്ടൊക്കെ വരാം, കേറിയിട്ട് ഇങ്ങോട്ട് പോരെ, അത് കുഴപ്പമില്ല. തിരിച്ചെത്തണ്ട എടുക്ക. തിരിച്ചെത്തേണ്ടി എവിടെ മനസ്സിലായി പറഞ്ഞു കൊടുക്ക്. എവിടെ പറഞ്ഞു കൊടുക്ക? എടാ ഏതേലും ടൗണ് പറയടാ, എന്നല്ലേ ഒരു എടപ്പള്ളിക്ക് പോരെ. എത്തിക്കഴിഞ്ഞാലേ സെൽഫി എടുത്തേക്ക് ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. ഒരേ ഇരുട്ടാ. ഓഫ് റോഡാ. ഏകദേശം സ്ഥലത്ത് എത്തി വരൂ. എനിക്ക് ഈ ഇതുമ്പോ നടക്കുമ്പോ എന്ത് തോന്നുന്നു? മണല് പോലെ ഉണ്ട്. മണല് പോലെ ഉണ്ടാ ഇപ്പോഴോ? ഇത് ചളിയാ. ഇതാ വെള്ളത്തിലൊന്നും കൊണ്ടിടല്ലേട്ടാ. എടാ തന്നെ വെള്ള. എടാ വെള്ളണ്ടാ. ചെറിയതാവുന്നൊക്കെ തോന്നണിട്ടാ. ഈ ബാഗ് നമ്മൾ അവന് കൊടുക്കാൻ പോവാണ്. ഇതില് മെറ്റാ ഗ്ലാസ് ഉണ്ട്. അവന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മെറ്റാ ഗ്ലാസ് ഉണ്ട്. പാമ്പലുണ്ടാവും. അതെന്താ പഞ്ചൂറയുടെ ഒരു കാർഡാ. ഒരു 500 രൂപ ഉണ്ട്. അവനെ ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 രൂപ എടുത്തിട്ട് ചിലവാക്കിക്കോട്ടെ. പക്ഷെ പകരം 5000 രൂപ തരണം. ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 രൂപ എടുത്തിട്ട് ഉപയോഗിച്ചോ, പക്ഷെ പകരം 5000 രൂപ തരണം. ഓക്കെ, ക്വിറ്റ് ചെയ്യണമെങ്കിൽ. എൻ്റെ വാച്ചിൽ ഒരു അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അലാറം അടിച്ചു കഴിഞ്ഞാൽ ടൈം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മാസ്ക് ഊരുക, പിന്നെ കാര്യങ്ങൾ നോക്കിക്കോ. ക്യാമറ എൻ്റെ കയ്യിൽ തരികയാണ്. എടാ അലാറം എത്ര മണിക്കാണ് സെറ്റ് ചെയ്തിക്കണേ? 10 മണി. വെള്ളത്തിൽ മുങ്ങി പോകുന്ന മനസ്സിലാവില്ല, നിറച്ച് വെള്ളമാണ് കേട്ടോ. അലാറം എപ്പോൾ അടിക്കുമെന്നൊരു ഐഡിയ ഇല്ല. അടിക്കാതെ മാസ്ക് ഊരാനും പറ്റില്ല. അടിച്ചു. ഏതാ സ്ഥലം? ഒരു ഐഡിയ ആയിട്ടില്ല കേട്ടാ. എടപ്പള്ളിക്ക് എത്തണം എത്രയും പെട്ടെന്ന്. ഇത് ഏതാ ബീച്ച് ഗൈസ്? ഈ ബീച്ചിന്റെ പേരെന്താ? ഫാൽക്കൺ ബീച്ചോ? അവിടെ വണ്ടികൾ കാണാണ്ട്. വൈപ്പിൻ ബീച്ച് പറയുന്നുണ്ടല്ലോ. ഇത് വൈപ്പിൻ ബീച്ചല്ലേ ഗൈസ്? ഇത് ഫാൽക്കൺ ബീച്ച് എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇത് വൈപ്പിൻ ബീച്ച് പോലെ ഉണ്ട്. ഞാൻ അവിടെ മുന്നേ വന്നിട്ടുണ്ട്. ഫാൽക്കൺ ബീച്ച് എന്നാണ് പേര്, എനിക്ക് അറിയണ്ടായില്ല. ഈ വഴിയാണ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. ഈ വഴിയാണ് വണ്ടികളൊക്കെ പോണത്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ നടന്നു നോക്കാം. മാരക വെയിലാട്ടാ, വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന്. നമുക്ക് പൈസ യൂസ് ചെയ്യാൻ പറ്റില്ല. ചലഞ്ചിൻ്റെ കാര്യം ആരോടും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ കുറേ ടാസ്കുകളുണ്ട്. വണ്ടിക്ക് കൈ കാട്ടണമെന്നുണ്ട്. കൈ കാട്ടാൻ ഒരു മടി. അടുത്ത ബൈക്കേർ ആരെങ്കിലും പോവുകയാണെങ്കിൽ കൈ കാട്ടാം. ആ കാണുന്നിടത്താണ് എന്നെ ഇറക്കി വിട്ടത്. ഞാനിപ്പോൾ നടന്നിട്ട് ഇതേ ഇതുപോലത്തെ ഒരു റോഡിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ ഈ വഴി നേരെ നടക്കണം. നേരെ നടന്നു കഴിഞ്ഞാൽ ഏതാ സ്ഥലം? ബോൾഗാട്ടിക്ക് ഈ വഴി നേരെ പോയി എത്തും തോന്നുന്നു. ഒരു വണ്ടികളും കാണാനില്ല. കുറേ നേരമായി നടക്കൽ തുടങ്ങിയിട്ട് വേർത്ത്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ തീരുന്നല്ലാതെ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റില്ല. ഇനി ഒരു രക്ഷയില്ല. ഏതെങ്കിലും വണ്ടിക്ക് വരുമ്പോൾ കൈയാട്ടുക, വേറെ വഴിയില്ല. വരുന്ന എല്ലാ വണ്ടിക്കും കൈയാട്ടണം. 9 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അരമണിക്കൂറാവും. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് 1000 rupees കൊടുക്കണം ഞാൻ. ഗൈസ് ദേ അവിടെ നിന്ന് കാറ് വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു വണ്ടി പോലും കാണാനില്ല. 2 പേരുണ്ട്. വലിയ കൈ കാണിക്കാറ്. എന്നിട്ട് ഇവിടുന്ന് ആ സെൻറ്ററിലേക്ക് എത്ര പോകാണ്ട് വണ്ടിയൊക്കെ ഉള്ള ഭാഗം? എടപ്പള്ളി പോകാനേ.
കിഴക്കോട്ട് പോവാം 1.5 കിലോമീറ്റർ നടക്കാം. അത് ഓട്ടോ കിട്ടും. 10 രൂപ ഓട്ടോ കടിച്ചില്ലെങ്കിൽ എറണാകുളത്തേക്കല്ലേ ഹൈക്കോടതിക്ക് എത്തിട്ടേ മെട്രോ സ്റ്റേഷനിൽ കടകളല്ല ഓക്കെ ഓക്കെ ശരി കിഴക്കോട്ട് പോയി. ഓക്കെ താങ്ക് യു 10:27 അരമണിക്കൂറായി. ഒരു ബൈക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. അതൊരു അങ്ങോട്ടാണോ? താങ്ക് യു ഗൈസ്, നമ്മളെങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. നമുക്കിനി ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. ഈ പൈസ യൂസ് ചെയ്താൽ അവർക്ക് 5000 രൂപ ഞാൻ കൊടുക്കേണ്ടി വരും. പൈസ യൂസ് ചെയ്യാതെ അങ്ങോട്ട് എത്തണം. ഇവിടെ നിന്നൊന്നും ആർക്കും കൈ കാണിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാതെ ഈ പാലം ക്രോസ് ചെയ്ത് പോകാന്ന് പറയുമ്പോൾ ചിലപ്പോൾ വല്ല ക്യാമറ ഉണ്ടെങ്കിൽ ഫൈൻ കിട്ടും. ആരുടെയിലൊക്കെ ചോദിച്ചു നോക്കി നോക്കാം. 10:38 ഇപ്പോൾ. 1 മണിക്കൂറാവാൻ ഇനി അധികം സമയമില്ല. ചേട്ടപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഉണ്ടോ? ശരി. വെയിൽ കൊണ്ട് നടക്കേണ്ടി വരും മിക്കവാറും. വലിയ വണ്ടി കൈയാട്ടി നിർത്തില്ല ചേട്ടാ, നിർത്തിയില്ല. ഇന്ന് എന്തായാലും വെയിൽ കൊണ്ട് നാറുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ കൈ കാണിച്ചിട്ടൊന്നും ഒരാളും ഹെൽപ്പ് ചെയ്യില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ ആരും നിർത്തുന്നില്ല കൈ കാട്ടിയിട്ട്. ഒരുത്തൻ നിർത്തിയിട്ടുണ്ട്. ഈ പമ്പ് വരെയുള്ളൂ. അതെങ്ങനെയെങ്കിൽ അതുവരെ. താങ്ക് യു ബ്രോ. ഇവിടെ വരെ എത്തിയാക്കിയതിന് താങ്ക് യു. ബസ് കുറേ ഉണ്ട്. ഇതിലൊന്നും കയറാൻ പറ്റില്ല, പൈസ ഇല്ലാത്ത കാരണം. 10:45 അതെ ബ്രോ, എങ്ങോട്ടാ പോണേ? ഹൈക്കോട്ട്. ഹെൽമെറ്റ് സീനാവോ? ആക്കി തരുമോ? താങ്ക് യു. ഞാൻ എടപ്പള്ളി പോവാം. എനിക്ക് അങ്ങനെ പോവാണോ എളുപ്പം? അങ്ങനെ പോവാമല്ലേ? താങ്ക് യു ബ്രോ. ഒരു ഹായ് കൊടുക്കും. ആ ബ്രോ എന്നെ ഹെൽപ്പ് ചെയ്തു ഗൈസ്. ഇവിടെയൊക്കെ ബസ് നിർത്തും. നമുക്ക് പൈസ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കണ്ടില്ലേ, എന്ത് ചെയ്യാനാ ഗൈസ്? ബസ്സൊക്കെ ഉണ്ട്, ബസ്സിൽ കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ എത്തി. 10:53 7 മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ 1000 റുപ്പീസ് പോവും. ഈ വഴി നേരെ പോയാലാണ് എടപ്പള്ളി. അത്യാവശ്യം പോവാണ്ട് എന്ത് ചെയ്യുന്ന അറിയില്ല. 500 രൂപ ഉണ്ട്. പക്ഷേ ഈ സാധനം ചിലവാക്കിയിട്ട് നമുക്ക് ബസ്സിന് പോകാൻ പറ്റില്ല. അതാണ് അപ്പോഴത്തെ അവസ്ഥ. വല്ല ഇവിടെ നിന്നൊന്നും ബൈക്കിന് കൈ അടിച്ചിട്ട് കാര്യമില്ല, അല്ല കാറിന് കൈ കാണിക്കണം. എനിക്കറിയില്ല കൈസ് എന്ത് ചെയ്യുന്നു. അതിലൊക്കെ ആളുണ്ട് കൈസ്, ആളുണ്ട്. എന്റെ കോലം നോക്ക്, വയർത്ത്. 11 മണിപ്പോ ആവും. എൻ്റെ 1K പോയി. ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എന്തായാലും എടുക്കും എടപ്പള്ളിക്ക്. എന്തായാലും ചെയ്യണം. 1K പോയി ഗൈസ്, 1K പോയി. അതിലൊക്കെ ആളുണ്ട്. അതിലും ആളുണ്ട്. അതിലും ആളുണ്ട്. നമുക്ക് ഈ റോഡിൽ കാറ് മാത്രമേ കൈ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ബൈക്കിന് കൈ കാണിക്കാൻ പറ്റില്ലേ. മറ്റേ റോഡാണെങ്കിൽ പറ്റിയായിരുന്നു. എടപ്പള്ളിക്കാണോ? ആരും നിർത്തുന്നില്ല. ഞാനിതാ നടന്നിട്ട് MG റോഡ് വരെ എത്തി. ആരും നിർത്തുന്നില്ല. MG റോഡിലേക്ക് തിരിയാനുള്ള സിഗ്നലിൻ്റെ അടുത്ത് എത്തി. എടപ്പള്ളിക്ക് വഴിയാണോ പോണേ? എടപ്പള്ളി തിരിയോ? ഞാൻ സിഗ്നലിൽ നിൽക്കുന്ന വണ്ടികളോടൊക്കെ ചോദിച്ചിട്ടാണ് പോണത്. ചേട്ടാ എടപ്പള്ളിക്ക് പോവോ? നേരെ ആരെങ്കിലും നിർത്തിയെങ്കിൽ കരിഞ്ഞ് പിണ്ടിയായി. ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ചലഞ്ച് ചെയ്യാൻ തയ്യാറായി വരുവാ. നോക്കിക്കോ, ഈ വീഡിയോക്ക് 10K ലൈക്ക് കിട്ടിയ പാരിസിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. ഇതിന്റെ ഡ്രൈവറോട് പൈസ ഇല്ലേ കയറ്റോ ചോദിച്ചു നോക്കിയാലോ. അയ്യോ, ബസ് പെട്ടെന്ന് എടുത്തു. ചോദിക്കാനും പറ്റിയില്ല, ബസ് എടുത്തു പെട്ടെന്ന്. അടുത്ത ബസ്
ചോദിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിലെ ഒരു ഇൻട്രോവേർട്ട് തന്നെ അനുവദിക്കുന്നില്ല. അയ്യോ വണ്ടികളൊക്കെ പോവാണല്ലോ. ഞാൻ ഓടൽ തുടങ്ങി. ഫുൾ വെയിൽ, സൈഡിൽ ഫുള്ള് വെയിൽ കൊണ്ടിട്ടാണ് പോകണം. ഈ സൈഡിൽ വെയിലുണ്ട്, ഈ സൈഡിൽ വെയിലില്ല. വെയിലില്ലാത്തടത്തുകൂടെ നടന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടി കയറി ചാവും. 11:10 കൈ സമയം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടിക്കേ പോകുന്ന തോന്നണേ. എന്തേലും ചെയ്ത് കയറി പോണം. ബ്രോ ശരിക്കും എടപ്പള്ളിക്ക് ബ്രോ നേരത്തെ എന്നോട് വന്ന് സംസാരിച്ചാണ്. ബ്രോ ശരിക്കും കൊണ്ടുവിടുമോ? ഇവിടുന്ന് പറയില്ലേ? കൂടെ ഉണ്ടായിരുന്ന ആളോ? ആളെ കൊണ്ടുവിട്ടാ? ബ്രോ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ എടപ്പള്ളി എത്തിയിരിക്കുകയാണ് ഗൈസ്. 11:23. ഞാൻ അവിടെ നിന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മണി കഴിഞ്ഞാലും ഇവിടെ എത്തില്ലായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്തവരോടൊക്കെ ഞാൻ എന്തിനാ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് നടക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. വീഡിയോനെ പറ്റിയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, അത് ചലഞ്ചിന്റെ ഭാഗമായിട്ട് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല. എന്നെ ഹെൽപ്പ് ചെയ്ത ബ്രദേഴ്സ് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചലഞ്ചിന്റെ കാര്യം പറയാഞ്ഞത് റൂളിന്റെ ഭാഗമായിട്ടാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ കാരണമാണ് എനിക്ക് പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ പറ്റിയത്. ഇതിന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എവിടെ പോയാലും ആരെങ്കിലും ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുമെന്ന് മനസ്സിലായി. എത്ര കാലം യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ട് എനിക്കുണ്ടായൊരു ബെനിഫിറ്റാണിത്. എനിവേ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന, പരിചയപ്പെടാൻ വരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. 11:28 കേട്ടോ. 11:30 സമയത്ത് ഞാൻ അവിടെ എത്തി. അങ്ങനെ എൻ്റെ 1K ലോസായി. പക്ഷേ അത് 2Kക്ക് കടക്കാൻ ദൈവം അനുവദിച്ചില്ല. അതൊക്കെ എത്തി. ഒരു വലിയ കഥ. സർവൈവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നീയൊക്കെ പോയി കഴിഞ്ഞാൽ തെണ്ടെന്ന് പറഞ്ഞാൽ 100% തെണ്ടും. പിന്നെ 4 ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. സഹായിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. അടുത്ത കാണിച്ചല്ലേ എടാ, എത്ര കാറിന് കൈയാട്ടി അറിയോ? ജീവിതത്തിൽ ഇങ്ങനെ കൈയാട്ടിയിട്ടില്ല. 1000 ആയിരുന്നു. 1000 ഒതുങ്ങി.